ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് കാല് കുത്തിപ്പോകരുത്. വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ തനി സ്വഭാവം നിങ്ങൾ അറിയും. പറയുന്നത് അസമിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളാണ്. ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. ചിലപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കാം. ജനുവരി 10 അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദി എത്തുമെന്നുള്ള സൂചനകൾ ലഭിച്ചതിന് ശേഷമാണ് അസമിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരൊറ്റ ഒരു തീരുമാനമെടുത്തത്. നമ്മുടെ സംസ്ഥാനത്തേക്ക് കരിനിയമവുമായി മുന്നോട്ട് വന്ന നരേന്ദ്രമോദി കാലുകുത്താൻ പാടില്ല എന്ന്. അവിടെ രണ്ട് രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, മുഴുവൻ വിദേശികളെയും പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന്, പുറത്താക്കിയ വിദേശികളിൽ പുതിയ നിയമപ്രകാരം ചില കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭേദഗതി വരുത്തി ഹിന്ദുവിനും അതുപോലെ തന്നെ ക്രിസ്ത്യനും ജൈനനും ബുദ്ധനും പൗരത്വം നൽകിയതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ നടത്തുന്ന പ്രതിഷേധം. പ്രതിപക്ഷ പാർട്ടികളൊക്കെ മുസ്ലിങ്ങളുടെ ഈ പ്രതിഷേധത്തിനൊപ്പം കൂടെ നിന്നുകൊണ്ട് അവർക്കൊരു താങ്ങും തണലുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രതിഷേധം അസമിൽ നടക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും നേർക്കുനേർ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും. പക്ഷേ ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഒറ്റ കാര്യമാണ്: അസമിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലുകുത്താൻ പാടില്ല എന്ന്. നമുക്കറിയാവുന്ന വിഷയമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് കൊണ്ടുവന്ന ഈ കരിനിയമം അവർക്ക് തന്നെ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. പൊതുജനങ്ങൾ അവരെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ വേട്ടയാടാൻ തയ്യാറായിരിക്കുന്നു എന്ന്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിഗതികൾ തകിടം മറിഞ്ഞ് വ്യവസായങ്ങളൊക്കെ ഇല്ലാതായി കർഷകരൊക്കെ പട്ടിണിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം കടന്നു വന്നതിലൂടെ അതിനുശേഷവും കരിനിയമം കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ മനസ്സമാധാനം കെടുത്താൻ മുന്നോട്ട് വരുന്ന ഒരു പ്രധാനമന്ത്രി അസമിലേക്ക് വരേണ്ട എന്ന് തന്നെയാണ് അസമിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത്. ഒരുപക്ഷെ അവിടെയുള്ള BJP-ക്കാരും മനസ്സിനകത്ത് ഇതേ തീരുമാനം തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അവർക്ക് പരസ്യമായി പ്രധാനമന്ത്രി വരേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ മോദിക്ക് പണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റുള്ള BJP നേതാക്കൾക്ക് ഞങ്ങൾ പണി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അസമിലെ സംഘടനകൾ പറയുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആയിട്ടുള്ള അസുവിലെ എല്ലാവരും വ്യക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു. നരേന്ദ്രമോദി ജനുവരി 10 അസമിലേക്ക് കാലുകുത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, തടയൽ പോലെയുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറായി എല്ലാവരും മുന്നോട്ട് വരുമെന്നുള്ള വ്യക്തമായ തീരുമാനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അസമിലെ സ്റ്റുഡൻസ് യൂണിയൻ വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടന തന്നെയാണ്. അതിനാൽ തന്നെ തീരുമാനത്തിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. നരേന്ദ്രമോദി അസം സന്ദർശിക്കുന്നത് ഒഴിവാക്കിയേക്കാം. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അവർ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം അവിടെ എടുത്തിരിക്കുന്നു. ആ തീരുമാനത്തോട് പ്രതിപക്ഷ പാർട്ടികൾ കൂറുപുലർത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തടയൽ പോലെയുള്ള നീക്കങ്ങൾ നടത്താൻ അവരും തയ്യാറാകും എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം രാജ്യത്തെ പ്രധാനമന്ത്രിയെ നാണം കെടുത്തി വിരട്ടി ഓടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇത് കൊന്ന പാപം തിന്നേ തീരൂ എന്ന് പറയുന്നതിന് സമമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
നമസ്കാരം.